ദേവസ്വം ബോർഡ് പമ്പ കോളേജിൽ ഓഗസ്റ്റ് 26-27 തീയതികളിൽ ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ മാത്തമാറ്റിക്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് ഫിനാൻസ് എന്ന പേരിൽ ശാസ്ത്രമേള നടത്തും. ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുനിന്നുമുള്ള ഗവേഷണ വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പമ്പ മാത്തൻ സ്പോൺസർ ചെയ്യുന്ന മേള ഗണിതശാസ്ത്ര പൂർവ്വ വിദ്യാർത്ഥിയും ഗോവ സർവകലാശാല വൈസ് ചാൻസലറുമായ പ്രൊഫസർ ഡോക്ടർ ഹരിലാൽ ബി മേനോൻ ഉദ്ഘാടനം ചെയ്യും. ഗണിതശാസ്ത്രത്തിനു പുറമെ വ്യാവസായിക, സാമ്പത്തിക മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന്റെയും അതിന്റെ അനന്ത സാധ്യതകളെപ്പറ്റിയും ദൂഷ്യങ്ങളെപ്പറ്റിയും ഇന്ത്യക്ക് അകത്തും പുറത്തും നിന്നുള്ള ഗവേഷണ വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇതിനോടകം 300-ൽ പരം രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. 26-ന് ഗണിതശാസ്ത്ര വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് കോളേജ് ക്യാമ്പസിലെ വർഷങ്ങൾ പഴക്കമുള്ള ആൽമരത്തിന് ചുറ്റുമതിൽ കെട്ടി പമ്പാബോധി എന്ന് നാമകരണം ചെയ്ത് സംരക്ഷിക്കുകയും ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ഭാഗമായി ജ്ഞാനബുദ്ധ പ്രതിമ സമർപ്പിക്കുകയും ചെയ്യും. കേരള ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി IAS ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കായുള്ള പഠന സഹായ വിതരണവും 2024-2025 വർഷത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാല ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി പരീക്ഷയിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്യും. കേരള സർക്കാരിന്റെ നൈപുണ വികസനത്തിന്റെ ഭാഗമായി അന്തർദേശീയ സർട്ടിഫിക്കേഷൻ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടത്തും. ഡോക്ടർ ശ്രീ രാജ് സാറിന്, ഡോക്ടർ മാലിക് മോഹൻ ആൻഡ് ഡോക്ടർ എ ബാലു 3 പേരുടെ ടോക്സ് ഉണ്ട്. അതുപോലെ തന്നെ IIT റൂർക്കിയിലെ ഡോക്ടർ മാലിക് സാറിൻ്റെ ഓൺലൈൻ ടോക്കാണുള്ളത്. അതുപോലെ 2 ഇന്റർനാഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. ഡോക്ടർ സുനീൽ ആന്റണി ഫ്രം റോം ആൻഡ് ഡോക്ടർ ആനന്ദ് എസ് ഫ്രം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അത് നമ്മുടെ ഗണിത വിഭാഗത്തിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടോക്ക് 27-ാം തീയതി ഉണ്ടായിരിക്കുന്നതാണ്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുരേഷ് എസ്, ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഉണ്ണി MS, AI കോൺഫറൻസ് കോർഡിനേറ്റർ ഡോക്ടർ ദീപ S നായർ, കിഷോർ R, പൂർവ്വ വിദ്യാർത്ഥി വിഷ്ണു, ഡോക്ടർ പ്രകാശ് V, അനു അനന്തൻ, ശ്രീജേഷ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.